അജു, കുളി കഴിഞ്ഞോ? ദാ വന്നു. എന്നാ പഠിക്കാനിരിക്കേ. പപ്പ വന്നാ പിന്നെ എന്റെ തലയിൽ കേറും. ബോറടിക്കുന്നു. ഇതിനകത്ത് പുതിയ ഗെയിംസ് എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? ഫോൺ തരില്ലാന്ന് പലതവണ പറഞ്ഞല്ലേ. പോയി പഠിക്കാൻ നോക്ക്. പപ്പ വന്നാ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു ഫോൺ, ഇതിനകത്ത് എന്തേലും ഒരു ആപ്സിന്റെ സെറ്റിംഗ്സ് ഒക്കെ ഞാൻ തന്നെ വേണ്ടേ? ആ പപ്പ വന്നു. കണ്ടോ നീലോൽപ്പന വനത്തിന്റെ ഭംഗിയാർന്ന നഭസ്ഥലം നിന്നുടൽ പോലെ ഹോ കാന്ത. നീലോൽപ്പന വനത്തിന്റെ ഭംഗിയാർന്ന നഭസ്ഥലം കാന്ത നിന്നുടൽ പോലെ ഹോ. ഹോ, ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് കുറച്ച് നേരത്തെ വന്ന് ഒരു സിനിമക്കൊക്കെ പോകാന്ന് കരുതിയതാ. കുട്ടികൾ എവിടെയാടി? അവര് പഠിക്കാ. ആ, കുഴപ്പമില്ല. അജു, ബാ ചോറ് വിളമ്പി. ആ ദാ വരണു. ഫുഡ് റെഡിയായി. വാ പോവാ. കൊതിയാ. വാ. അച്ഛ, ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചോ? ഇപ്പൊ അതൊന്നും നടക്കില്ല മോനെ. അച്ഛ, ഓൺലൈനിൽ ടാബ്ലറ്റിനൊക്കെ ചീപ്പ് റേറ്റ്. എനിക്കത് മതി പ്ലീസ്. അതുകൊണ്ടല്ല, പിന്നെന്താ അച്ഛാ? ഇപ്പൊ നീ പഠിക്കേണ്ട പ്രായമാണ്. അപ്പൊ അത് ചെയ്യാം. ഓരോന്നിനും ഓരോ പ്രായമുണ്ട്. അപ്പൊ ചേച്ചിയോ? അവൾ നിന്നെ പോലാണോ? അവളുടെ മാർക്ക് എത്രയാണെന്നറിയോ? അതുപോലെ 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി എന്റെ മോ പാസ്സാവും. ഇതിനേക്കാളും നല്ലത് അച്ഛൻ വാങ്ങിത്തരും, ഉറപ്പ്. 10ാം ക്ലാസ്സിന് ഇനി എത്ര കൊല്ലമുണ്ട്? അമ്മേ, സപ്പോർട്ട് ചെയ്യ്. നീ പോടി. നിന്നെ പോലെ മൊബൈലിൽ ചാറ്റാനല്ല, എനിക്ക് ഡാൻസിന്റെ ആവശ്യത്തിന്. ഒരു മുറിവിന്റെ കല പോലും ഇല്ലാത്ത നിനക്ക് അതൊന്നും പറഞ്ഞ മനസ്സിലാവത്തില്ല. ബുക്കൂംസ്. ചീത്ത വിളിക്കുന്നോടാ. ചീത്ത വിളിച്ചല്ല അച്ഛാ, അവനെന്നെ പുസ്തകപ്പുഴുന്ന് വിളിച്ചതാ. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല. ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച എന്റെ സ്കൂളിലെ ഡാൻസ് പെർഫോമൻസ് കാണാൻ വരില്ലേ? വന്നില്ലല്ലോ. അത് അച്ഛന് ലീവ് കിട്ടാത്തതുകൊണ്ടല്ലടാ മോനെ. കണ്ടോ, ഞാൻ വലുതാകുമ്പോ വലിയ കൊറിയോഗ്രാഫർ ആവും. കണ്ടോ? ആവണല്ലോ. അതിനു വേണ്ടിയല്ലേ മോനെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. അതിനപ്പുറം പഠിത്തവും വേണം. ഇതല്ലേ അച്ഛൻ പറഞ്ഞോളൂ. മോൻ കഴിക്ക്. എനിക്ക് ചോറ് വേണ്ട. മുഴുവൻ കഴിച്ചു, എന്നിട്ടാ പറഞ്ഞ വേണ്ടാന്ന്. ഹലോ, എന്താ ഞാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞേ. ഓക്കെ. ജോണേട്ടോ, ഓ, ഇന്നലെ സിനിമയ്ക്ക് പോയോ? എവിടെ? മാർക്കറ്റ് കയറി ഇറങ്ങുമ്പോഴേക്ക് എന്നെ ഒരുപാട് സമയം വൈകി. അത് പിന്നെയും ആവാം. നമ്മുടെ നീനും രമ്യയും മീനും ഒന്നും ഇല്ല. ഇന്ന് കുറച്ച് പണി നമുക്ക് കൂടും. ഓ, മൂന്നാക്ക് ഒരേ ഡേറ്റ് ആയിരിക്കും. സാർ, മാസം 3ആയി അപേക്ഷ കൊടുത്തിട്ട്. ഇക്കൊല്ലം കൂടി വീടായില്ലെങ്കിൽ ബുദ്ധിമുട്ടാ സാറേ. അപേക്ഷ കൊണ്ട് മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. താനൊന്ന് പുറത്തേക്ക് വന്നേ. തനിക്ക് നാണമില്ലടോ ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും പിച്ച കാശ് വാങ്ങിക്കാൻ? പല തവണയായി താനി പോക്കരിത്തരം കാണിക്കുന്നു. ഇനി ഇത് ആവർത്തിച്ച ഞാൻ പരാതിപ്പെടും, തീർച്ച. ഒന്ന് പോടോ.
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് പറഞ്ഞോടാ. സാറേ സാറേ സാറേ, ലീലാമ്മയുടെ ആടിന്റെ കാര്യം വല്ലതും ആയോ? ശരിയാക്കാം. പുതിയത് വല്ലതുണ്ടോ? അത് ശരിയാക്കാം, പോരെ? എന്നാ ആടും റെഡി. വിട്ടോ, ആ കാലമടം വരാറായി. വിട്ടോ. ഓ പോയിക്കോ, പോയിക്കോ, പോയിക്കോ. ഓ ഓ, ആ. ജോണോട്ടോ, മകളുടെ കല്യാണക്കാര്യം വലുതായോ? അവള് പഠിക്കല്ലേ, പഠിക്കട്ടെ, എന്നിട്ടാവാൻ കല്യാണം. നല്ല ഫാമിലി. ഒരു സെൽഫി എടുക്കട്ടെ. നല്ല ചെറുതായി. തനിക്ക് എന്തിന്റെ സൂക്കേടാടോ? സത്യം അറിയാതെ ഓരോന്ന്. ഇവിടെ ഒന്നുമില്ല, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരല്ലോടോ. താൻ പോടോ, താനും കണ്ടതല്ലേ. താൻ എന്ത് കണ്ടു നടോ? താൻ എന്ത് കണ്ടു? ജോൺ സാറെ വിട്ടേ. രാവിലെ മുതൽ തുടങ്ങിയതല്ലേ ഇത്? ഇവൻ രാവിലെ മുതൽ തുടങ്ങിയതല്ലേ? നല്ല സാറ് കണ്ടതല്ലേ? ഇവൻ എന്റെ കൂടെ സെൽഫി എടുക്കണം പോലും. ഇവനെ വിടില്ല ഞാൻ, ഇവനെ വിടില്ല സാറേ. സാറ് തമാശ കള. വയ്യാന്ന് പറഞ്ഞ് ഇന്നലെ ലീവാക്കി, ഇതാ ഇന്നും ലീവാക്കി. സാറിന് എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖം എനിക്കോ നിങ്ങൾക്കോ അല്ല, നമുക്ക് ചുറ്റിലുവാ. ബാ സാർ ഇറങ്ങ്. ജോണേട്ടനൊരു ട്രാൻസ്ഫർ വാങ്ങണം, വളരെ അകലേക്ക്. പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണം, മറ്റൊന്നും പറയരുത്. എന്തിന്? ഞാൻ കഷ്ടപ്പെട്ടൊരു സ്ഥലവും വാങ്ങി വീടും വെച്ച് ഈ നാടും വിട്ട് ഇല്ലാത്ത ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങേണ്ടുന്ന കാര്യം എന്താണെന്ന് സാറേ? എനിക്കെന്ത് വട്ടുണ്ടാ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ സാറേ? വട്ടാവാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. തോറ്റുപോകുന്നു സാറേ, തോറ്റുപോയി. ജോണേട്ടാ, സാറേ പോ. ഇല്ല സാർ, ഇല്ല, നോ, ഞാനില്ലതാണ് സാറേ. ഇനി എന്റെ വീട്ടിലേക്കില്ല. എഴുന്നേക്ക് സാറേ. ഇത്രയും ടൈം ആയിട്ട് എന്താ പപ്പ വരാത്തെ? പപ്പ എന്തു പറ്റി? ഇതെന്ത് കോലം? എന്താ ഇത്? ഒന്നുമില്ല. പപ്പ, ഇത് ബോറായി പോയി. തുടരുതന്നെ നീ, തുടരുതന്നെ നീ.
ഗുഡ് മോർണിംഗ്. മോനെ, എടി എടി നോക്കടി, ലെവള് വന്നു. എന്താ ഇവർക്ക് ഇങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക. എന്താ ഇത്? എങ്ങനെ പറയണോന്നറിയാതെ കൊഴിഞ്ഞിരിക്കാ ഞാൻ. ദാ കാണു നീ. നിന്റെ പപ്പ മരിച്ചതിന് കാരണം അറിയില്ലാന്നല്ലേ പറഞ്ഞേ? ഇത് തന്നെയാവും. നോ, നോ. ഇടരുതൊന്നിനെയും അടിച്ച് തീർച്ചേക്കണം എല്ലാത്തിനെയും. നമ്മുടെ സെൽഫി കൊച്ചില്ലേ ഇത്? അവളെത്തി. അവസാനം അവള് വന്നു അല്ലേ? വാ. മുല്ലപ്പൂ പോലുള്ള എന്റെ മുത്തേ, ചേട്ടൻ സെൽഫി എടുക്കട്ടെ? ഞങ്ങള് കണ്ട് അടിപൊളി അല്ലടാ മക്കളെ? വാടി വാടി എന്നേക്കടി. നൗഷാദേ വിട്, ചെരിപ്പൂരി അടിക്കും ഞാൻ. അറിയാലോ നിനക്കെന്നെ. ഓടി. ഇവള് മറ്റേ പാർട്ടിയാ, ഇവളാ ഇപ്പത്തെ ബോഡി ഗാർഡ്. വാടാ പിന്നെ പിന്നെ എടുത്തോളാം. ഇനി മുതൽ നീ ഞങ്ങളുടെ കൂടെ കാണരുത്. നീ ഇത്ര ഭയങ്കരയാണ് ഞങ്ങൾ അറിഞ്ഞില്ല. പറഞ്ഞു കൊടുക്കടി സെൽഫിയെ പറ്റി. അജു, തുറക്ക്. അജു, എടാ വാതിൽ തുറക്കടാ. അജുട്ടാ. എന്താ ചേച്ചി ഇത്? ഒന്നും അറിയാത്ത പോലെ. നീ എന്റെ അച്ഛനെ കൊന്ന്. നീ കാരണം. ഞാൻ എന്ത് ചെയ്തു? ദാ നോക്ക്, നശിപ്പിച്ചല്ലോടാ നീ. ഈശ്വരാ. ഡാൻസ് പെർഫോമൻസ്. കുട്ടികൾക്ക് അവസരം. ഉടൻ തന്നെ നിങ്ങളുടെ പെർഫോമൻസ് വീഡിയോ ഞങ്ങൾക്ക് സെൻഡ് ചെയ്യുക. യെസ്, പൊളിച്ച്.
ഇതിപ്പോ തന്നെ അയച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ചേച്ചി സോറി. മതി. ചേച്ചി വേണ്ട ചേച്ചി. ഇങ്ങോട്ട്. എടാ, ദ്രോഹി, നീ ആരാ കാരണം? ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്നറിയോ? എടാ, നിന്നെ ഞാൻ കൊല്ലും. നിന്റെ ഒരു ഡാൻസ്. പോ. ചേച്ചി 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 ഒന്ന് തുറക്ക് ചേച്ചി. ചേച്ചി ചേച്ചി ഒന്ന് തുറക്ക് ചേച്ചി, പ്ലീസ് ചേച്ചി ഒന്ന് വാതിൽ തുറക്ക് ചേച്ചി, പ്ലീസ് ചേച്ചി. ഞാൻ ചുറ്റാൻ അറിഞ്ഞില്ല ചേച്ചി. അമ്മേ അജൂട്ടാ. 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 മോനെ, നീ എന്ത് പണിയാ കാണിച്ചേ? അജൂട്ടാ. ചേച്ചി ഞാൻ അറിഞ്ഞില്ല. നീ അറിയില്ല. അജു. അജൂട്ടാ. അജു. ഇന്നാണ് എന്റെ അജു പോയ ദിവസം. ഞാൻ മാത്രം വെറുതെ വെറുതെ. ഇല്ല മോളെ, ജീവിക്കണം. വാ, പോ. എടാ എടാ രമേശ രമേശ സെൽഫി സെൽഫി. എടാ രമേശ നോക്കടാ നോക്കടാ, എന്റെ മോനെ സെൽഫി പോണ്ട സെൽഫി. ഭാഗ്യവാനേ, നിർത്തടാ. ഒരു കുടുംബം കത്തി ചാമ്പലായാലെങ്കിലും നിർത്തിക്കൂടെ നിനക്കൊക്കെ? നിന്റെയൊക്കെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നീയൊക്കെ ഇങ്ങനെ ചിരിക്കൂടാ നായിന്റെ മക്കളെ.